Hi friends, welcome to our channel Civil Tech. ഇന്ന് നമ്മൾ നോക്കുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വരാനിരിക്കുന്ന LSGD എക്സാമിനും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ആൻഡ് സയൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ട്രിഗണോമെട്രിയിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. This question, the value of 1 degree is equal to option A pi by 180 radian, option B pi 180 by pi radian, option C pi radian, option D pi by 90 radian. അതായത് 1 ഡിഗ്രി എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് ഈക്വൽ ആയിട്ടുള്ളതെന്നാണ് നമുക്ക് നോക്കാം. സോ 2 പൈ റേഡിയൻ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്, പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 1 റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ആണ്. ആൻഡ് 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 180 റേഡിയനുമാണ്. ഈ ഒരു കൺവേർഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. 2 പൈ റേഡിയൻ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്, പൈ റേഡിയൻ 180 ഡിഗ്രി. 1 radian is equal to 180 degree divided by pi. 1 degree is equal to pi by 180 radian. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് the value of 1 degree is equal to pi by 180 radian. Next question, the value of 36 degree in radian. 36 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പൈ ബൈ 2 റേഡിയൻ, ഓപ്ഷൻ ബി പൈ ബൈ 5 റേഡിയൻ, ഓപ്ഷൻ സി 2 പൈ ബൈ 5 റേഡിയൻ, ഓപ്ഷൻ ഡി 3 പൈ ബൈ 5 റേഡിയൻ. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. 2 പൈ റേഡിയൻ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്, പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, 1 റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ആണ്. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ ആണ്. അപ്പം നമുക്ക് ചോദിച്ചിട്ടുള്ളത് 36 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ എന്നുള്ളതാണ്. സോ പൈ ബൈ 180 ഇൻറ്റു 36 ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 36 pi by 180. The answer is pi by 5 radian ആണ് 36 ഡിഗ്രി എന്ന് പറയുന്നത്. The value of 36 degree in radian is option B pi by 5 radian. Next question. If sin theta is equal to 3 by 5, find cos theta. സൈൻ തീറ്റ എന്ന് പറയുന്നത് 3 by 5 ആണ്. അപ്പോൾ കോസ് തീറ്റ എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 5 by 3, ഓപ്ഷൻ ബി 5 by 4, ഓപ്ഷൻ സി 4 by 5, ഓപ്ഷൻ ഡി 3 by 4. നമുക്കിതിൻ്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ കുറച്ച് ട്രിഗണോമെട്രിക്കൽ ഫങ്ഷൻസ് പരിചയപ്പെടാം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ലെങ്ത് കൂടി ഈ സൈഡിനെയാണ് ഹൈപ്പോട്ടിനസ് എന്ന് പറയുക. ഈ സൈഡിനെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്നും ഈ സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് എന്നും പറയും. ആസ് പെർ പൈതഗോറസ് തിയറി, ഹൈപ്പോട്ടിനസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് അഡ്ജസ്റ്റൻറ്റ് സൈഡ് സ്ക്വയർ. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഹൈപ്പോട്ടിനസ് സ്ക്വയർ മൈനസ് അഡ്ജസ്റ്റൻറ്റ് സൈഡ് സ്ക്വയർ. അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടിനസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ ആണ്. ഒരു റൈറ്റ് ആംഗിൾ ആണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടിനസ് ആൻഡ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പം സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. ടേൺ തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ് ടേൺ തീറ്റ. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കും. അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3 by 5, ഫൈൻഡ് കോസ് തീറ്റ. ഓക്കെ, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക.
നമ്മൾ പഠിച്ചു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 ആണ്, ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് 5 ആണ്. അഡ്ജസൻറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൈപ്പോട്ടിനസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ ആണ്. നമ്മൾ ഇക്വേഷൻസിൽ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും അഡ്ജസൻറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ചോദിച്ചിട്ടുള്ളത് കോസ് തീറ്റയാണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. സോ അഡ്ജസൻറ്റ് സൈഡ് 4 ആണ്, ഹൈപ്പോട്ടിനസ് 5 ആണ്. ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 4/5 ആണ്. So next question, 1 plus tan square theta is equal to. Okay, option A sin theta, option B cos theta, option C sec square theta, option D cosec square theta. ഇതിനു മുന്നേ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ്. അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആണ്. സീക് തീറ്റ എന്ന് പറയുന്നത് 1/കോസ് തീറ്റ ആണ്. കൊസീക് തീറ്റ 1/സൈൻ തീറ്റ ആണ്. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1/ടാൻ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. 1 plus tan square theta is equal to sec square theta. 1 plus cos square theta is equal to cosec square theta. നമുക്ക് ചോദിച്ചിട്ടുള്ളത് 1 plus tan square theta ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. sec square theta ആണ് കറക്റ്റ് ആൻസർ. 1 plus tan square theta is equal to sec square theta. ഇതിലുള്ള ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കി വയ്ക്കുക. എല്ലാം കഴിഞ്ഞ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If sin x is equal to 0.8, then cos x. Sin x എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പോൾ cos x എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0.2, ഓപ്ഷൻ ബി 0.4, ഓപ്ഷൻ സി 0.6, ഓപ്ഷൻ ഡി 0.8. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് സൈൻ സ്ക്വയറിന്റെ വാല്യൂ, സൈൻ എക്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.8 ആണ്. അപ്പം സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പം 0.8ന്റെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്ന 1 മൈനസ് 0.8 സ്ക്വയർ. വാല്യൂ നമുക്ക് 0.36 എന്ന് കിട്ടും. സോ കോസ് എക്സ് ആകുമ്പോൾ അത് റൂട്ട് ഓഫ് 0.36. ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 0.6 ആണ് കറക്റ്റ് ആൻസർ. So next question, the value of sin 30 plus cos 60 plus tan 45. Option A 2/√3, option B 2, option C 1/√3, option D 1. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വാല്യൂസ് അറിയണം. നമുക്കൊരു ടേബിൾ നോക്കാം. ഓക്കെ, ആംഗിള് 0 degree, 30 degree, 45 degree, 60 and 90 degree. Sin 0 degree എന്ന് പറയുന്നത് 1 ആണ്. Sin 30 1/2 ആണ്. Sin 45 1/√2 ആണ്. Sin 60 √3/2. Sin 90 0 ആണ് വരിക. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കോളം മാത്രം ഒന്ന് പഠിക്കാം. സൈൻ തീറ്റ ഉണ്ട്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് ഒന്ന് നോക്കി വയ്ക്കാം. കോസ് തീറ്റ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഫസ്റ്റ് കോളത്തിന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതായത് കോസ് 0 എന്ന് പറയുന്നത് 0 ആണ്. കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. കോസ് 45 എന്ന് പറയുമ്പോൾ 1/√2 ആണ്. കോസ് 60 1/2, കോസ് 90 1. എൻ്റെ ഞാൻ പറഞ്ഞു ടേൺ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അതായത് 1 ഡിവൈഡഡ് ബൈ 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1/2 ഡിവൈഡഡ് ബൈ √3/2 ചെയ്യുമ്പോൾ 1/√3 കിട്ടും. അതുപോലെ തന്നെ ടേൺ 45 എന്ന് പറയുന്നത് 1 ആണ്. ടേൺ 60 എന്ന് പറയുന്നത് √3 ആണ്. ടേൺ 90 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചോദിച്ചിട്ടുള്ളത് സൈൻ 30 പ്ലസ് കോസ് 60 പ്ലസ് ടേൺ 45 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ? സൈൻ 30 1/2 ആണ്. ആൻഡ് കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ടേൺ 45 1 ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 2 ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7, the value of cos 60 is equal to. cos 60 എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതിനാണ് ഈക്വൽ എന്നുള്ളതാണ്. അപ്പോൾ cos 60 എന്ന് എത്രയെന്ന് അറിയണം, ബാക്കി വരുന്ന വാല്യൂസും നമുക്ക് അറിയണം. അപ്പോൾ നേരത്തെ നോക്കി ടേബിൾ ഒന്നുകൂടെ നോക്കാം.
ചോദിച്ചിട്ടുള്ള cos 60 ആണ്. cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. sin 90 എത്രയാണ്? sin 90 0 ആണ്. ആൻഡ് അടുത്ത് വരുന്ന cos 0 ആണ്. cos 0 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് വാല്യൂ. ആൻഡ് sin 60 എന്ന് പറയുന്നത് എത്രയാണ്? √3/2 ആണ്. ആൻഡ് sin 30 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 1/2 ആണ്. അപ്പം sin 30 1/2 ആണ്. ഞാൻ അതുപോലെ തന്നെ cos 60 എന്ന് പറയുന്നതും 1/2 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി sin 30 ആണ് ആൻസർ വരിക. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question 8. The value of turn 60 degree is. Turn 60 degree എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. Turn 60 എന്ന് പറയുന്നത് √3 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, √3. Next question. The string of a kit is 150 meter long and it makes 30 degree to the horizontal. Find the height of kit. Option is 75 meter, option B 100 meter, option C 120 meter, option D 85 meter. പറഞ്ഞിട്ടുള്ളത് ഒരു പട്ടം നമ്മൾ ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഒരു പട്ടം പറത്തുകയാണ്. അപ്പോൾ ആ പട്ടത്തിൽ നിന്ന് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ് വരെയുള്ള ഹൈറ്റ് എത്രയെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇതാണ് ഒരു ഹൊറിസോണ്ടൽ സർഫസ്. 30 ഡിഗ്രി ആംഗിളിൽ 150 മീറ്റർ ലെങ്തിലാണ് നമ്മൾ പട്ടം പറത്തുന്നത്. സോ അതിൻ്റെ ഹൈറ്റ് എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈപ്പോട്ടിനസ് 150 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ അറിയാവുന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിനസിൻ്റെയും വാല്യൂസ് നമുക്കറിയാം. അപ്പം നമുക്കറിയാം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് sin 30 is equal to opposite side h divided by hypotenuse 150 ആണ്. So 150 into sin 30. sin 30യുടെ വാല്യൂ 1.2 ആണ്. ആൻസർ 75 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ഇ 75 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. Next question. Cos 90 minus a is equal to. Cos 90 minus a എന്ന് പറയുന്നത് ഏതിനാണ് ഈക്വൽ? sin a, cos a, cosec a, cos 90. cos 90 minus a എന്ന് പറയുന്നത് sin a ആണ്. sin 90 minus a എന്ന് പറയുന്നത് cos a ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ cos 90 minus a എന്ന് പറയുന്നത് ഓപ്ഷൻ എ sin a ആണ് കറക്റ്റ് ആൻസർ. Thank you for watching this video. For more videos, please subscribe my channel.